ഇനി നമുക്ക് നോക്കാനുള്ളത് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ FW ടൈലറുടെ ഒരു രീതി അനുസരിച്ചിട്ട് അദ്ദേഹം 4 പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നതിനോടൊപ്പം തന്നെ ഇൻ അഡീഷൻ അദ്ദേഹം കുറേയധികം ടെക്നിക്സ് കൂടി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. നിങ്ങൾ ആ ചിത്രം ഒന്ന് നോക്കുക, അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. എന്നാൽ എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ വിച്ച് ഇൻവോൾവ് സൂപ്പർവിഷൻ ഓഫ് എ വർക്കർ ബൈ സെവറൽ സ്പെഷ്യലിസ്റ്റ് ഫോർമെൻ. അതായത് ഒരുപാട് എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരുപാട് ഫോർമെന്മാർ, അതായത് ഒരുപാട് സൂപ്പർവൈസേഴ്സ് ഒരേ സമയം എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു തൊഴിലാളിയെ തന്നെ അല്ലെങ്കിൽ കുറേ തൊഴിലാളികളെ ഒന്നിലധികം സൂപ്പർവൈസർമാർ ഒരേ സമയം എന്ത് ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു. ഇവിടെ ടൈലർ അഡ്വക്കേറ്റ് ചെയ്ത ഒരു രീതിയുണ്ട്. ടൈലർ അഡ്വക്കേറ്റ് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഫംഗ്ഷൻ. ഇവിടെ അദ്ദേഹം പ്ലാനിങ് ഫംഗ്ഷനും അതുപോലെ തന്നെ എക്സിക്യൂഷൻ ഫംഗ്ഷനുമായിട്ട് തിരിച്ചു. ആ ചിത്രം നമുക്ക് നോക്കാം. അതിനകത്ത് ആ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ ഒരു ഫാക്ടറിക്ക് മാനേജർ ഉണ്ടാവും. ആ മാനേജർ അണ്ടറിൽ 2 ഡിപ്പാർട്ട്മെന്റ് 2 ഇൻചാർജുമാർ അവിടെ ഉണ്ടാവുന്നു. ഒന്ന് പ്ലാനിങ് ഇൻചാർജും മറ്റൊന്ന് പ്രൊഡക്ഷൻ ഇൻചാർജുമാണ്. പ്ലാനിങ് ഇൻചാർജിന്റെ അണ്ടറിൽ വരുന്നത് 4 ആളുകളാണ്. ഒന്ന് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, അതുപോലെ തന്നെ ഡിസിപ്ലിനേറിയൻ. ഇത്രയും ആളുകൾ പ്ലാനിങ് ഇൻചാർജിന്റെ അണ്ടറിലാണ്. അതുപോലെ ഇനി നമുക്ക് പ്രൊഡക്ഷൻ ഇൻചാർജിനെ നോക്കാം. പ്രൊഡക്ഷൻ ഇൻചാർജിന്റെ അണ്ടറിൽ 4 ആളുകളുണ്ട്. സ്പീഡ് ബോസ് ഉണ്ട്, ഗാങ് ബോസ് ഉണ്ട്, റിപ്പയർ ബോസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഉണ്ട്. ഇങ്ങനെ 8 സൂപ്പർവൈസേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ നോക്കിയേ, ഇതെല്ലാം ചെന്നെത്തുന്നത് നമ്മുടെ വർക്കേഴ്സിലാണ്. ദാറ്റ് മീൻസ് വർക്ക്മാനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ ഒരേ സമയം ഇങ്ങനെ 8 സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ രീതിയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ടെക്നിക്കാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. ഇതിൽ എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ നോക്കാം. Standardization refers to the process of setting standard for every business activity. ഏതൊരു ബിസിനസ് ആക്ടിവിറ്റിക്കും ഒരു സ്റ്റാൻഡേർഡ് തീരുമാനിക്കുക. അതായത് അത് എങ്ങനെ ആയിരിക്കണമെന്ന് മുൻകൂട്ടി തന്നെ നാം തീരുമാനിക്കുക. ആ സ്റ്റാൻഡേർഡ് ഏതിനൊക്കെ നമുക്ക് തീരുമാനിക്കാം. അവരുടെ പ്രോസസ്സ് എങ്ങനെയായിരിക്കണം, അവരുടെ റോ മെറ്റീരിയൽ എങ്ങനെയായിരിക്കണം, ടൈം എന്തായിരിക്കണം, അവരുടെ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കണം, അവരുടെ മെഷീനറി എങ്ങനെയായിരിക്കണം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഒരു സ്റ്റാൻഡേർഡ് തീരുമാനിക്കുക. ആ ഒരു നിലവാരം കാത്തു സൂക്ഷികളെ തീരുമാനിക്കുക. ഇതാണ് സ്റ്റാൻഡർഡൈസേഷൻ. എന്നാൽ എന്താണ് സിംപ്ലിഫിക്കേഷൻ എന്ന് നോക്കാം. സിംപ്ലിഫിക്കേഷൻ എയിം അറ്റ് എലിമിനേറ്റിംഗ് അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് ദി പ്രോഡക്ട്സ്. അതായത് പ്രോഡക്റ്റുകളുടെ അൺനെസസറി അനാവശ്യമായ ഡൈവേഴ്സിറ്റി ഒഴിവാക്കുക. ഇറ്റ് റിസൾട്ട് സേവിങ് ദ കോസ്റ്റ് ഓഫ് ലേബർ, മെഷീൻസ്, ടൂൾസ് എക്സെട്ര. നമുക്കറിയാം പല കമ്പനീസും എസ്പെഷ്യലി ഇൻ മൊബൈൽ ഫോൺ കമ്പനീസ് അവരുടെ പ്രത്യേകത അവർ ഉപയോഗിക്കുന്ന അവരുടെ പ്രൊഡക്ഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, അവർ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒക്കെ ഒരേപോലത്തെ പ്രോഡക്റ്റുകളാണ് പലപ്പോഴും. കാരണം അവർ ഡിവേഴ്സിറ്റി ഉണ്ടാക്കാറില്ല. അങ്ങനെ ഡിവേഴ്സിറ്റി ഉണ്ടാക്കിയാൽ സ്വാഭാവികമായി സംഭവിക്കുന്നത് അവർക്ക് കുറേയധികം കോസ്റ്റ് അതിനു വേണ്ടി കൂടുതൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ അൺനെസസറി ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ഒഴിവാക്കുക അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് അനാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റിന് ഡൈവേഴ്സിഫിക്കേഷൻ ഒഴിവാക്കുക എന്നതാണ് നാം സിംപ്ലിഫിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഒരു ടെക്നിക്കാണ് മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് സ്റ്റഡി എന്ന് വെച്ചാൽ മലയാളം രീതി പഠനം എന്നാണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് മെത്തേഡ് സ്റ്റഡി ഈസ് ടു ഫൈൻഡ് ഔട്ട് വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദ ജോബ് വിത്ത് കൺസിഡറിങ് സെവറൽ പാരാമീറ്റേഴ്സ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നാം ഓരോ ജോബും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മെത്തേഡ് ഏതാണെന്ന് എന്ത് ചെയ്യുക, പരിശോധിക്കുക. അതെങ്ങനെ വെറുതെ പരിശോധിക്കലല്ല, സയൻറ്റിഫിക്കായിട്ട് തന്നെ ഒരുപാട് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം പഠനം നടത്തി. അതേ പഠനം നമ്മുടെ ഫാക്ടറികൾ നടത്തണമെന്നാണ് അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ജോബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക. അദ്ദേഹത്തിൻ്റെ നാലാമത്തെ സ്റ്റഡിയാണ് മോഷൻ സ്റ്റഡി. മലയാളം ചലന പഠനം എന്നാണ്. ഇറ്റ് റെഫേഴ്സ് സ്റ്റഡി ഓഫ് മൂവ്മെന്റ് ഓഫ് മെൻ ആൻഡ് മെഷീനറീസ് ആൻഡ് മെറ്റീരിയൽസ്. ഈ ഒരു സ്ഥാപനത്തിലെ മെന്നിൻ്റെയും മെറ്റീരിയൽസിൻ്റെയും മെഷീനറീസിൻ്റെയൊക്കെ മൂവ്മെന്റ്, ചലനത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്
മോഷൻ സ്റ്റഡി നമുക്കറിയാലോ, ഇപ്പോൾ സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക, അതുപോലെ തന്നെ ഒരു സ്ഥലത്തുള്ള മെറ്റീരിയൽസിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക, ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു വർക്കർ മറ്റൊരു പൊസിഷനിലേക്ക് മാറുക തുടങ്ങി മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും മെഷീനറീസിൻ്റെയും ഒക്കെ മൂവ്മെൻറ്റ്, അതിൻ്റെ ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് മോഷൻ സ്റ്റഡി അല്ലെങ്കിൽ ചലന പഠനം. അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ ഒരു ടെക്നിക്കാണ് ടൈം സ്റ്റഡി. പേര് കേൾക്കുന്ന പോലെ തന്നെയാണ് സമയ പഠനം. ഇറ്റ് ഡിറ്റർമൈൻസ് ദി സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് ജോബ്. അതായത് ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ് ടൈം സ്റ്റഡി. ആൻഡ് ടൈം മെഷറിംഗ് ഡിവൈസസ് ആർ യൂസ്ഡ് ഫോർ ദിസ്. നമുക്കറിയാലോ, പല പല ടൈം മെഷറിംഗ് ഡിവൈസ്, ക്ലോക്ക് അടക്കമുള്ള പല ടൈം മെഷറിംഗ് ഡിവൈസസും യൂസ് ചെയ്തിട്ടാണ് ടൈം സ്റ്റഡി നടത്തുന്നത്. അടുത്തൊരു പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ടെക്നിക്കാണ് ഫാറ്റിക് സ്റ്റഡി. ഫാറ്റിക് എന്ന് വെച്ചാൽ നമുക്കറിയാം വിശ്രമം എന്നാണ്. എ പേഴ്സൺ ഈസ് ബൗണ്ട് ഫീൽ ടയർഡ് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇഫ് ഹിസ് വർക്ക് ഡൂയിങ് വിതൗട്ട് എ റെസ്റ്റ്. അതായത് ഒരാൾ റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ ശാരീരികമായും മാനസികമായും അവർ ടയേർഡായി മാറുന്നു. എന്നാൽ അവരങ്ങനെ ടയേർഡ് ആവാതിരിക്കണമെങ്കിൽ ഇറ്റ് സീക്സ് ടു ഡിറ്റർമൈൻ ദി എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവെൽസ് ഇൻ കംപ്ലീറ്റിംഗ് എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന്, ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് കുറച്ച് റെസ്റ്റ് ഇൻ്റർവെൽസ് എന്ന് വെച്ചാൽ കുറച്ച് സമയപരിധി, ഇടവേള, അവർക്ക് വിശ്രമ ഇടവേളകൾ കൊടുക്കുക. അത് എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കുന്നതാണ് ഫാറ്റിക് സ്റ്റഡി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ് അല്ലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്കൽ ഡിവൈസാണ്. ഇവിടെ ഹി വാണ്ടഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സ്. അദ്ദേഹം വർക്കേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന് എഫിഷ്യൻ്റ് വർക്കേഴ്സും മറ്റൊന്ന് ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സും. ഹി വാണ്ടഡ് ടു റിവാർഡ് എഫിഷ്യൻ്റ് വർക്കേഴ്സോ, അതായത് അദ്ദേഹം ഇവിടെ എഫിഷ്യൻ്റ് വർക്കേഴ്സിന് കൂടുതൽ ശമ്പളം കൊടുക്കുവാനും. So he introduced a differential rate of wage payment for those who performed above standard and those who performed the below standard. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതാണ്, നാം ഒരു സ്റ്റാൻഡേർഡ് തീരുമാനിക്കുക, എത്ര പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് തീരുമാനിക്കുക. ഈ സ്റ്റാൻഡേർഡിന് മുകളിൽ പ്രൊഡക്ഷൻ നടത്തുന്ന ആളുകൾക്ക് കൂടുതൽ ശമ്പളവും എന്നാൽ അതിന് താഴെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ശമ്പളവും നൽകുക എന്നുള്ളതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഇൻ എ ഡേ, ഒരു ഡേയിലെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആണ്. നോക്കാം. അങ്ങനെയാണെങ്കിൽ വേജസ് ഫോർ സ്റ്റാൻഡേർഡ് ഓർ മോർ പ്രൊഡക്ഷൻ, അതായത് ഈ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇപ്പോൾ 10 യൂണിറ്റ് ആണല്ലോ നമ്മുടെ സ്റ്റാൻഡേർഡ്, ഈ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ അതിന് മുകളിലോ പ്രൊഡക്ഷൻ നടത്തുന്നവർക്ക് അദ്ദേഹം 100 രൂപ ശമ്പളം കൊടുക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഈ നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് 10 യൂണിറ്റിന് താഴെ പ്രൊഡക്ഷൻ നടത്തുന്ന ആളുകൾക്ക് ശമ്പളം ₹90 ആണ്. ഇവിടെ എഫിഷ്യൻ്റ് വർക്കേഴ്സും ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സും തമ്മിൽ അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ്. നോക്കൂ, ഇഫ് എ പേഴ്സൺ പ്രൊഡ്യൂസസ് 12 യൂണിറ്റ്സ്, ഒരാൾ 12 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ഹി വിൽ ഗെറ്റ് ₹1,200, ദാറ്റ് ഈസ് 12 into 100. എന്നാൽ ഇഫ് എ പേഴ്സൺ പ്രൊഡ്യൂസസ് ഓൺലി 8 യൂണിറ്റ്സ്, ഒരാൾ 8 യൂണിറ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഹി വിൽ ഗെറ്റ് ₹720. അതായത് അദ്ദേഹത്തിന് അവിടെ 90 റുപ്പീസ് വെച്ചിട്ടേ കിട്ടുന്നുള്ളൂ. അതായത് ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എത്രയാണോ അതോ ആ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അതിന് മുകളിലോ ചെയ്തവർക്ക് കൂടുതൽ ശമ്പളവും, എന്നാൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന് താഴെ വരുന്നവർക്ക് കുറച്ച് ശമ്പളവും കൊടുക്കുന്ന ഒരു രീതിയാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. നമുക്കിനി ചാപ്റ്ററിലെ അവസാന ഏരിയയിലേക്കാണ് പോകേണ്ടത്. അതായത് ഹെൻറി ഫയോളിൻ്റെയും അതുപോലെ തന്നെ FW ടൈലറുടെയും പ്രിൻസിപ്പിൾസും അവരുടെ രീതികളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ദ ഫസ്റ്റ് വൺ പെർസ്പെക്റ്റീവ് ആണ്. അതായത് വീക്ഷണം അല്ലെങ്കിൽ എവിടെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഹെൻറി ഫയോൾ പ്രാധാന്യം കൊടുക്കുന്നത് അല്ല, അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ്. എന്നാൽ FW ടൈലർ അങ്ങനെയല്ല, അദ്ദേഹം ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് എ ഫാക്ടറി. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം കൂടുതൽ പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് FW ടൈലർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സെക്കൻഡ് വൺ, യൂണിറ്റ് ഓഫ് കമാൻഡ്. ഹെൻറി ഫയോൾ യൂണിറ്റ് ഓഫ് കമാൻഡിൻ്റെ ഒരു പ്രൊപ്പോണൻ്റ് ആണ്. അതായത് ഹെൻറി ഫയോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. എന്നാൽ FW ടൈലർ തീർത്തും അതിന്
എതിരായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. നോക്കി, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എംപ്ലോയീസിനെ ഒരേ സമയം തന്നെ 8 സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ട് നിയന്ത്രിച്ചിരുന്നു FW ടൈലർ. എന്നാൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഹെൻറി ഫയലിൻ്റെ അഭിപ്രായത്തിൽ അത് പാടില്ല എന്നുള്ള അഭിപ്രായമാണ്. ഇവർ ഈ വിഷയത്തിൽ വിപരീത ദിശയിലാണുള്ളത്. തേർഡ് വൺ ആപ്ലിക്കബിലിറ്റി ആണ്. ഹെൻറി ഫയലിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. എന്നാൽ FW ടൈലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ചില സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രം, ദാറ്റ് മീൻസ് ഫാക്ടറി പർപ്പസിലും പ്രൊഡക്ഷനൊക്കെ നടത്തുന്ന അത്തരം സ്ഥാപനങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുക. മറ്റൊന്നാണ് ബേസിസ് ഓഫ് ഇൻഫർമേഷൻ. ഇവിടെ ഹെൻറി ഫയോളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ രീതിയിലുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരം പ്രിൻസിപ്പിൾസ് ഒക്കെ അദ്ദേഹം ഡെറിവേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയാണ്. എന്നാൽ FW ടൈലർ അങ്ങനെയല്ല. അദ്ദേഹം ഒബ്സർവേഷൻസിലൂടെയും കുറേ നിരീക്ഷണങ്ങളിലൂടെയും കുറേ എക്സ്പെരിമെൻറ്റേഷൻസ്, കുറേ പരീക്ഷണങ്ങളിലൂടെയുമാണ് അദ്ദേഹം ഇത്തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അവരുടെ ഫോക്കസ് ആണ്. ഹെൻറി ഫയലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓവറോൾ അഡ്മിനിസ്ട്രേഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ആ സ്ഥാപനത്തിൻ്റെ ഭരണനിർവഹണത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. എന്നാൽ FW ടൈലർ അങ്ങനെയല്ല. അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊഡക്ഷൻ പരമാവധി കൂട്ടുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. നമുക്കിനി ഇവരുടെ പേഴ്സണാലിറ്റി പരിശോധിക്കാം. FW ടൈലറും നമ്മുടെ ഹെൻറി ഫയോളുടെയും പേഴ്സണാലിറ്റി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഹെൻറി ഫയോൾ ഒരു പ്രാക്ടീഷണറാണ്. ഒരു പ്രാക്ടീഷണറായിട്ട്, അത് പ്രാവർത്തികമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരാളായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ FW ടൈലർ അങ്ങനെയല്ല. അദ്ദേഹം വർക്ക്ഡ് ആസ് എ സയൻറ്റിസ്റ്റ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റിനെ പോലെയാണ് പ്രവർത്തിച്ചത്. ഇനി ഇവരുടെ എക്സ്പ്രഷൻ, മോഡ് ഓഫ് എക്സ്പ്രഷൻ ആണ്. ഏത് രീതിയിലാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചത്? ഹെൻറി ഫയോളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവതരിപ്പിച്ചത് ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ രീതിയുടെ പേര് തന്നെ അതാണ്, ആ മെത്തഡോളജിയുടെ പേര് തന്നെ ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. എന്നാൽ FW ടൈലറെ സംബന്ധിച്ചിടത്തോളം പ്യുവർലി സയൻറ്റിഫിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസിന് നമുക്ക് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കാം. ഇത്രയുമാണ് പ്രധാനമായിട്ടും FW ടൈലറുടെയും അതുപോലെ തന്നെ ഹെൻറി ഫയോളിൻ്റെയും വീക്ഷണങ്ങൾ, അവരുടെ ബേസിക് കമ്പാരിസൺ എന്ന് പറയുന്നത്.